കഷ്ടത അനുഭവിപ്പാൻ, മരണത്തിന് വിധിക്കപ്പെടുവാൻ, മരിക്കുവാൻ വേണ്ടിയല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. പിന്നെ മനുഷ്യനെ ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിക്കുന്നത് പ്രകാരമാണ്, നാം കാണപ്പെടുന്ന ഈ സകലത്തെയും ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. നാം കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ഈ ചരാചര നിബദ്ധമായ പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്നുള്ള ഉച്ചാരണത്താൽ ദൈവം, സർവശക്തനായ ദൈവം 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. ഇങ്ങനെ 6 ദിവസത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിക്ക് ശേഷം 6ാം ദിനത്തിൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ദൈവം തന്റെ സ്വരൂപത്തിൽ, സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. അങ്ങനെ മനുഷ്യനെ മാത്രം മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും, പറവകളിൽ നിന്നും, ഇഴജാതികളിൽ നിന്നും, മത്സ്യങ്ങളിൽ നിന്നും വ്യത്യസ്തത ഉള്ളവനായിട്ട്, സൃഷ്ടികളുടെ മകുടമായി തന്നെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവനായി, വൈശിഷ്ട്യമുള്ളവനായി മനുഷ്യനെ ദൈവം നിലത്തിലെ പൊടിയിൽ നിന്ന് തന്റെ സ്വന്തം ധരം ഉപയോഗിച്ച്, സ്വന്തം സാദൃശ്യത്തിൽ, സ്വന്തം